കലാപരിപാടികൾ, അലങ്കാര മത്സ്യ പക്ഷി പ്രദർശനം തുടങ്ങി ആസ്വാദ്യകരവും ആനന്ദ നിർഭരവുമായ ഉത്സവാനുഭൂതി പകരുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? സുഖമല്ലേ? നമുക്കിവിടെ സുഖം കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ പെരുന്നാൾ ടൂറൊക്കെയാണ് ഇപ്പോൾ ഇത്. നമ്മൾ വിട്ടെങ്ങും പോയിട്ടില്ല. നമ്മളെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പോയി കാണണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അടുത്തുണ്ട് പുതുതായിട്ട് നമ്മളെ പാണക്കാട്. നിങ്ങൾ കേട്ടില്ലേ? ഫസ്റ്റ് തന്നെ ഇതിൽ അനൗൺസ് കേട്ടില്ലേ? പാണക്കാടിലെ പന്തളി ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു പിന്നെന്താ എക്സ്പോ പരിപാടി. ഇതാ ഞങ്ങളിപ്പോൾ അവിടെ ഉണ്ട്. ഞങ്ങളെ വിളിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ. സഭക്ക് പോകാൻ കഴിയില്ല, സഭയിൽ അത്രയും തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കി. മോളൊക്കെ ക്ലാസ്സൊക്കെ തുടങ്ങാനായില്ലേ, അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെന്ന് പിന്നെന്താ അവിടെ വലിയവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 റുപ്യ അങ്ങനെയൊക്കെ ടിക്കറ്റിനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ച് അങ്ങനെ പോയതാണ്. പോയപ്പോൾ കുറേ പക്ഷികളും സാധനങ്ങളൊക്കെ കാണാൻ ഉണ്ട് കേട്ടോ. എന്നാലും സഭാ സ്ക്വയറിൻ്റെ അത്ര ഇല്ല. സഭാ സ്ക്വയറിൽ പോയവരൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പോയിന് കേട്ടോ. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണ്ടുള്ളൊരു ഇതന്നെയാണ് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ സഭാ സ്ക്വയറിലൊന്ന് പോയി. നമ്മൾ പാർക്കൊക്കെ പോയതേനു കുട്ടീനെയും കൊണ്ട്. കുഞ്ഞാണി ഓടാൻ പോകുമ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയി ഇരിക്കാൻ വിചാരിച്ച് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടത്തി മക്കളോലൊക്കെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒന്ന് കയറി. അതും ഇതിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ പോയപ്പോൾ ഓനക്ക് എവിടെ പോയാലും ട്രെയിന്, ആ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ലേ, കട്ട വെച്ച് കാണും ട്രെയിൻ ഉണ്ടാക്കും. ട്രെയിൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഓണടി, അതിൻ്റെ സൗണ്ടും ഇതൊക്കെ. ഇനി എവിടെ പോകുകയാണെങ്കിലൊക്കെ ട്രെയിനിൽ കണ്ടില്ലെങ്കിൽ റോഡെങ്കിലും കാണണം എനിക്ക്. അങ്ങനെ ആ ട്രെയിനിന് ടിക്കറ്റൊക്കെ എടുത്ത് കയറി 50 റുപ്യ ടിക്കറ്റിന് ഇട്ടാം. അപ്പോൾ ഓല് രണ്ടാളും കയറി. ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ കുറേ ആൾക്കാരായി കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ട്രെയിന് ഒറിജിനൽ ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ലല്ലോ, ഞാൻ ഇതിനകത്ത് കയറി നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പോയാലും എവിടെയും കയറി ടിക്കറ്റ് എടുത്ത് കയറല്ല കേട്ടോ, കണ്ടു പോരാന്നല്ലാതെ. അപ്പോൾ എനിക്കത് വലിയ പെണ്ണുങ്ങളൊക്കെ കയറി കണ്ടപ്പോൾ എനിക്കും തന്നെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാനും കയറി. നല്ല രസമുണ്ട് കേട്ടോ അതിനിങ്ങനെ പോകാനൊക്കെ. അപ്പോൾ ഓനെ ഇറങ്ങി നോക്കുമ്പോൾ അതിന് ഇറങ്ങാൻ കൂട്ടക്കണില്ല, പൂതി കെട്ടിട്ടില്ല. അപ്പോൾ ഓൻ കുറുമ്പ് കാട്ടന്നെ. എന്താ നമ്മൾ ഭയങ്കര ഇത് ഇത്ര ആയിട്ടുള്ളല്ലോ ഇത്, ഭയങ്കര വാശി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എൻ്റെ മോളെ കൊണ്ടൊക്കൊന്നും ചെറുതായെന്നൊന്നും പോയിട്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല കേട്ടോ. എത്ര എല്ലാത്തിലുമാണ് ഓന് കയറുക. അങ്ങനെ പോന്ന് പിന്നെ അവിടെയും ഇവിടെയൊക്കെ നടക്കുക. തിന്നുണ്ടോ കുടിച്ചുണ്ടോ ഒന്ന് ഓന് ഐസ്ക്രീം വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മറ്റൊരു കാരണം ഹെലികോപ്റ്റർ ഉണ്ട് അവിടെ, അപ്പോൾ അതിലൊന്ന് കയറണം. അപ്പോൾ രണ്ടാൾക്കും കൂടി അതിൽ കയറണം. സിനുവിനെയും കൂട്ടണം ഓനക്ക്. അപ്പോൾ സിനുവിന് അതിൽ കൊള്ളൂലെന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും വേണ്ടില്ല, ഓന് ഒറ്റക്കെങ്കിലും അതിൽ കയറണം എന്നതുകൊണ്ട് കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അതാ കയറണം. ഓന് ഒറ്റക്കായാലും വേണ്ടിയില്ല, കയറണം. അങ്ങനെയൊക്കെ ഒരു വാശി കേട്ടോ. വാശി പറഞ്ഞാൽ കരച്ചിൽ തന്നെ. അവിടെ നിന്ന് പോരുന്നില്ല. അപ്പോൾ അതിലും കയറി. ആ 2 ഓനെ കയറ്റി ഓനെ പൂതിക്ക് അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കണ്ടു കേട്ടോ. കാണാനൊക്കെ നല്ല ഒരു ചാരിറ്റിൻ്റെ ഒരു എന്തോ ഒരു ഇതാണ് കേട്ടോ ചെയ്യണത്. അവിടെ കിട്ടുന്ന ടിക്കറ്റിൻ്റെ പൈസയും മറ്റും എല്ലാ പൈസയും ഒരു ചാരിറ്റി ആയിട്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, കൂടുതൽ സഭാ സ്ക്വയർ തന്നെ കേട്ടോ. സഭാ സ്ക്വയറിൽ പിന്നെ കയറാൻ തന്നെ 100 രൂപ ടിക്കറ്റിന് വേണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് സഭാ സ്ക്വയറിൽ കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് പിന്നെന്താ ടിക്കറ്റ് എടുക്കണ്ട. ചില ഇതിനൊക്കെ ടിക്കറ്റ് എടുക്കണം. മഞ്ഞുമലുണ്ട്, അതിനൊന്നും ടിക്കറ്റ് വേണ്ട. പിന്നെ എന്താ ഒരു പെണ്ണ് അക്വേറിയത്തിൽ മെർമെയ്ഡ് പറഞ്ഞൊരു പെണ്ണ്, അതൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. സഭാ സ്ക്വയറത്തെ 2-3 ഇതൊക്കെ ഇതിൽ കാണുമ്പോൾ പറഞ്ഞുതരാം. ആ അക്വേറിയത്തിൽ ഒരു പെണ്ണ് നീന്തണതൊക്കെ ഉണ്ട്, അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അതിനൊന്നും വേറെ പൈസ വേണ്ട കേട്ടോ. കറങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പയങ്ങിക്കണു. അപ്പോൾ ഒരു ഐസ്ക്രീം അവിടെ കുറേ ഫോട്ടോകളൊക്കെ കൊടുത്തിന് കേട്ടോ. കുറേ ഫുഡിൻ്റെ ഫോട്ടോകൾ. അത്ര ഫുഡുകളൊന്നും അവിടെ. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഒരു പഴംപൊരിയും ചായനും കേട്ടോ. ചായക്ക് ഇരുന്ന പോലെ തന്നെ ചൂടാവണൊക്കെ ഉണ്ട്. കാക്കാർക്കൊന്നും ചായ കിട്ടും, പണിക്കാരൊന്നും ഇല്ലാഞ്ഞിട്ട് ചായ ഒന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി കൊടുത്ത് പിന്നെ ഞങ്ങൾ പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ കാറും ഉണ്ട്, കാറിലും കയറി. അങ്ങനെ ഓനക്ക് തന്നെ 150 റുപ്യ ആയിട്ട് അത് കയറാൻ. പിടിവാശിക്കാരനല്ലേ, കഴിഞ്ഞല്ലേ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അപ്പോഴല്ലേ പോവുള്ളൂ, കാണുള്ളൂ. അടുത്ത വർഷം എന്താ നമ്മളെ ഹാലെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം ഒന്ന് ചാടും വേണം. വലിയ ചാടുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ സ്പോഞ്ചിൻ്റെ അതിൽ ചാടാനും കയറി നോക്കിയിട്ട് ഓൻ മേൽക്ക് കയറാൻ കഴിയണില്ല. അപ്പോൾ അതിന് ഇറങ്ങിപ്പോന്ന് കണ്ട് ആ റൗണ്ടുള്ള അതിലും ചാടിയിട്ടാണ്. ആ വലിയൊരു ചാടുന്നതാണ്. കുട്ടികൾ ചാടിയാൽ തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കാണ്ട് പോരുക കേട്ടോ.
ഇപ്പം കരയാണ്. അവിടുന്ന് പോരാന്ന് അറിഞ്ഞപ്പോൾ ഓന് കരച്ചിൽ കണ്ടില്ല. ഞങ്ങൾ അവിടുന്ന് പോരാൻ കൂട്ടാക്കണില്ല. പിന്നെന്താ ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങിക്കാണ്ടേ ഐസ്ക്രീം ഒരു കപ്പ് ഏറെ വാങ്ങിയിട്ട് എന്നിട്ട് 2 എണ്ണം ആക്കിയാണ്ട് അങ്ങനെയൊക്കെ കൊടുത്തു. എന്നാലേ അപ്പോൾ അതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചുകാണ്ട് ഇപ്പോൾ അതങ്ങനെ പോരുകയാണ്. അപ്പോൾ കടകളൊക്കെ അത് കണ്ടില്ല ഞങ്ങൾ. ഇഷ്ടംപോലെ സാധനങ്ങളും വളയും മാലയും എല്ലാം ഇതുണ്ട്. ആൺകുട്ടികൾക്ക് ഇതാ നിറച്ച് വണ്ടി സാധനമൊക്കെ കാട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. തൂങ്ങിക്കിടക്കൊണ്ടൊന്നും ഈ കടയ്ക്ക് ഇങ്ങനെ കാണാൻ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം അപ്പുറത്ത് കൂടി പോയിക്കോ എന്ന് പറഞ്ഞതാണ്. കണ്ടാൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങേണ്ടി വരും. ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര പൂതിയുണ്ട്. അതൊന്നും പേടില്ല അതിന്. അപ്പോൾ എന്തൊക്കെ നുണ പറഞ്ഞുകാണ്ടൊക്കെ ഐസ്ക്രീം ഇനി അപ്പുറത്തുനിന്ന് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ പോകുന്നതാട്ടോ. അങ്ങനെ അതാ സബാവിൻ്റെ 2-3 ദിവസം കഴിഞ്ഞാലേ കേട്ടോ സബാവുക്ക് പോണത്. അതും കൂടി ഇതിൽ ആഡ് ചെയ്തതാണ്. പിന്നെ അപ്പോൾ സബാവുക്ക് ഒന്ന് പോയി. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പാർക്കിൽ ഇരുന്നപ്പോൾ വണ്ടി ഓടാൻ വൈകുന്നേരമായ രാത്രി ഓട്ടം ഉണ്ടാവും. പിന്നെ ഈ വന്നോലൊക്കെ പോകാൻ ഓൽക്ക് വണ്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വണ്ടി ഓടാൻ വേണ്ടി പോരുമ്പോൾ ഞങ്ങളവിടെ ഇറക്കി തന്നതേനു. അപ്പോൾ കണ്ടില്ല ഞങ്ങളത് അക്വേറിയത്തിലൊരു പെണ്ണാണിത് കേട്ടോ. അത് ഭയങ്കര കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഭയങ്കര രസം. ഇത് സബാ സ്ക്വയറിലാട്ടോ കണ്ടോളൂ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടാ ഇത് മീനുകളൊക്കെ മാതിരി മീനുകളൊക്കെ മാതിരി അങ്ങനെ നീന്തി പോവുകയും ജീവനുള്ളതല്ല എന്ന് വിചാരിച്ചിട്ടാ ശ്വാസം വിടുന്നത് വരെ ആ പൊക്കളുടെ ഉള്ളിൽ കൂടി കാണുന്നുണ്ട്. അത്രയും ഒരു ഇത് കേട്ടോ. അപ്പോൾ അതിന് മേലെ ഒരു എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടാവിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ അതേ കളർ കേട്ടോ. അത് കാണാം. ഞാൻ ആദ്യമായിട്ട് കാണണം. ബലോടൊക്കെ പറഞ്ഞപ്പോൾ ബലൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ കണ്ടേക്കണ ഫോണിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കണ്ടേക്കണമല്ലോ പറഞ്ഞു. അത് ഭയങ്കര രസം. ഞാൻ അത്ഭുതത്തോടു കൂടി കണ്ടുന്നു അത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് സഭയിൽ കയറാൻ വിചാരിച്ചതല്ല. ഏട്ടത്തി മക്കളും വേറെ കുട്ടികളും വന്നപ്പോൾ നിർബന്ധിച്ച് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ലൈവിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.